കേരള PSC HSA മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോയിൽ പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻസ്. നമുക്കറിയാം നമ്മൾ പ്ലസ് ടുവിലൊക്കെ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് കാണാതെ പഠിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ഈ ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്സിനെ ഒന്ന് റീകോൾ ചെയ്തെടുക്കുകയാണ്, ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ. അപ്പോൾ നമുക്ക് നോക്കാം. d/dx ഓഫ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 1 ആണ്. d/dx ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x. d/dx of x raised to n equal to n into x raised to n minus 1. Next, d/dx of c is equal to 0, where c is a constant. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. d/dx of 1/x is equal to minus 1/x square. ഇത് കാണാതെ പഠിക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഓൾറെഡി അറിയാലോ. d/dx of 1/x ഇങ്ങനെ എഴുതാം, എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കിതാ ഈ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താലും മതി. -1 into x raised to -1 -1 വരും. That is -1 into x raised to -2, that is equal to -1/x square. അപ്പോൾ നമുക്ക് എക്സ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഈ n മൈനസ് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ചിലവർ പഠിച്ച് ഓൾറെഡി പോയിട്ടുണ്ടാവും, ചിലർക്ക് ഇങ്ങനെ ചെയ്താലായിരിക്കും കിട്ടുക. അതുപോലെ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. d/dx of e raised to x is equal to e raised to x. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അത് തന്നെയായിരിക്കും. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. d/dx of a raised to x is equal to a raised to x into log a. ഇത് മാറിപ്പോകരുത് കേട്ടോ. d/dx of root x equal to 1/2 root x. ഇവിടെ അതെ നമുക്ക് റൂട്ട് എക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? x raised to 1/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. എന്നിട്ട് നമ്മൾ x raised to n ൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ അപ്ലൈ ചെയ്താലും മതി. 1/2 into x raised to 1/2 minus 1 വരും. That is equal to 1/2 into x raised to minus 1/2. That is equal to 1/2 into 1/x raised to 1/2 എന്ന് എഴുതാലോ. That is equal to 1/2 root x. ഇങ്ങനെ ചെയ്താലും മതി. അതപ്പം നമുക്കൊരു റിസൾട്ടും കൂടി ഇവിടുന്ന് കിട്ടി. n ഒരു റാഷണൽ നമ്പർ ആണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഇനി നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ആണ് പറയുന്നത്. d/dx of sin x equal to cos x, d/dx of cos x equal to minus sin x, d/dx of tan x is equal to sec square x, d/dx of cot x is equal to minus cosec square x, d/dx of sec x equal to sec x into tan x, d/dx of cosec x equal to minus cosec x into cot x. ഇതൊക്കെ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ, നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാൻ വരും. ഇനി ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ നമ്മൾ ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെ അറിയണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, d/dx of sin inverse x equal to 1/square root of 1 minus x square, d/dx of cos inverse x equal to -1/root of 1 minus x square, d/dx of tan inverse x equal to 1 divided by 1 plus x square, d/dx of cot inverse x equal to -1 divided by 1 plus x square, and d/dx of sec inverse x equal to 1 divided by x into square root of x square minus 1, d/dx of cosec inverse x equal to -1 divided by x into square root of x square minus 1. ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 21 ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് റീകോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് റീകോൾ ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ഓൾജിബ്ര പറഞ്ഞു, ഡെറിവേറ്റീവ്സിൻ്റെ ഓൾജിബ്ര പറഞ്ഞു, ബീജഗണിതം പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ അപ്പോഴും ഒന്നും വർക്കൗട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് വൺ x cube plus e raised to x. നമ്മൾ y equal to x cube plus e raised to x എന്ന് എടുക്കാം. Then dy/dx equal to d/dx of x cube plus e raised to x. x cube ൻ്റെ ഡെറിവേറ്റീവ് 3x square plus e raised to x ൻ്റെ ഡെറിവേറ്റീവ് e raised to x. This is the answer. Next question, x raised to 4 into sin x. Second question, y equal to x raised to 4 into sin x. തന്നെയല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഉണ്ട് അല്ലേ. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, dy/dx ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നമുക്ക് എന്താ കിട്ടാം? എക്സ് റേസ് ടു 4 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് പ്ലസ് sin x into x raised to 4 ൻ്റെ ഡെറിവേറ്റീവ് 4x cube. This is the answer. ഓക്കെ, വേണമെന്ന് വൃത്തിക്ക് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
e raised to x divided by 1 plus sin x. y equal to e raised to x divided by 1 plus sin x. ഇത് എന്താണ്? ഇത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിൽ അനദർ ഫംഗ്ഷൻ ഉണ്ട്. സോ ബൈ കോഷ്യൻ റൂൾ നമുക്കറിയാലോ കോഷ്യൻ റൂൾ എന്താണെന്ന്. dy by dx equal to denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 plus sin x into e raised to x-ൻ്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. e raised to x into ഇവിടെ 1-ൻ്റെ ഡെറിവേറ്റീവ് 0, sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 1 plus sin x the whole square. ഇതാണ് നമ്മൾ കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പ്രോഡക്റ്റ് റൂൾ ഒരു കോഷ്യൻ റൂളൊക്കെ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പോയിന്റിൽ തന്നാലോ പോയിന്റ് എക്സിന് വാല്യൂ കൊടുത്ത് ചെയ്യാനും നിങ്ങൾക്ക് അറിയാലോ. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് വളരെ സിമ്പിൾ അല്ലേ, അതുകൊണ്ട് ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം, കാരണം തിയറി പാർട്ട് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് സമ്മിശ്ര ഏകതങ്ങളുടെ അവകലജങ്ങൾ. അപ്പോൾ നമ്മളിനി പറയുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. എല്ലാവർക്കും ഒരു കാര്യം പറയാനുള്ളൂ, ശൃംഖലാ സിദ്ധാന്തം, അതായത് ചെയിൻ റൂള്. നമ്മൾ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്? ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയിൻ റൂൾ എന്ന് നോക്കാം. എഫ് എന്നത് യു വി എന്നീ രണ്ട് ഏകതങ്ങളുടെ സമ്മിശ്രമായി വരുന്ന ഒരു രേഖീയ ഏകതമാണ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു വി ഡോട്ട് യു. ടി ഈക്വൽ ടു യു ഓഫ് എക്സ് ആണെന്നും ഡി ടി ബൈ ഡി എക്സ് ഡി വി ബൈ ഡി ടി ഇവ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കരുതുക. എങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആയിരിക്കും. അതായത് ഇത്രയുള്ളൂട്ടോ പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത്. നമുക്ക് എഫ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ഡോട്ട് യു എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡി എഫ് കണ്ടുപിടിക്കാം? ഡി എഫ് ബൈ ഡി എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആദ്യം വിയിൽ കാണണം അല്ലേ. ഡി വി ബൈ ഇവിടെ യുവിനെ ഞാൻ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന്. അത്രയേ ഉള്ളൂ. അതായത് ടി ഈക്വൽ ടു യു ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി വി ബൈ ഡി ടിയും ഡി ടി ബൈ ഡി എക്സും കണ്ടുപിടിക്കാം. അതെങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആയിരിക്കും. ഇതെന്താ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ 2-3 വേർഷൻസും കൂടെ പറയാം. ഇഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് യു ആൻഡ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ് ആർ ടു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ദെൻ, അതായത് ഈ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് യുവിൻ്റെ ടേംസിലുള്ള ഫംഗ്ഷനാണ്, യു എന്ന് പറയുന്നത് ജിയുടെ എക്സിൻ്റെ ടേംസിലുള്ള ഫംഗ്ഷനാണ്. അതായത് ഇങ്ങനെയാട്ടോ വരുന്നത്, എഫ് ഓഫ് യു എന്നല്ലേ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡി വൈ ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? ഡി എഫ് വിത്ത് റെസ്പെക്ട് ടു യു കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു പിന്നെ യുവിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി എഫ് ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഇഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അതായത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എഫിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു പിന്നെ ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷനിലെ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് y equal to f of u and u equal to g of v and v equal to h of x are three differentiable functions, then dy by dx equal to df by du into du by dv into dv by dx. അതായത് ഇവിടെ 3 ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, f of g of h of x. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഡി എഫ് വിത്ത് റെസ്പെക്ട് ടു ഡി യുവിൽ കണ്ടുപിടിക്കുക ഇൻറ്റു ഡി യു വിത്ത് റെസ്പെക്ട് ടു ഡി വിയിൽ കണ്ടുപിടിക്കുക ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയിൻ റൂൾ കൊണ്ട് പറയാനുള്ളത്. ഇതൊരു നോട്ടാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് ആവശ്യം വരും നോർമലൊക്കെ കണ്ടുപിടിക്കുന്ന കേസിൽ. ഓക്കെ, അപ്പം നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു 1 ആണ്. അതായത് വൈ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡിഫറൻഷ്യൽ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 1 ആണ് കിട്ടുക. ഓക്കെ, ഇതിപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഇത് രണ്ടും ശരിക്കും പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ വരുന്ന സാധനങ്ങളാണ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയാൻ പറ്റും.
ഇത് ഓർത്ത് വെക്കാം കേട്ടോ. dy by dx equal to 1 divided by dx by dy. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ഈ ഒരു ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിത് ഓപ്ഷൻ വൈസ് ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, SCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്താണ് വെറൈറ്റി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഫ് y equal to u raised to 5 and u equal to 3x square minus 2x plus 1, find dy by dx. ഓക്കെ, അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് y equal to u raised to 5 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ u equal to 3x square minus 2x plus 1 തന്നിട്ടുണ്ട്. നമ്മളോട് എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? dy with respect to dx ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? y ഇൻ ടേംസ് ഓഫ് യുവും u ഇൻ ടേംസ് ഓഫ് എക്സും ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? dy by dx equal to dy by du into du by dx. ഇത് ഓരോന്നും കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആദ്യം dy by du എന്താ നോക്കാം. dy by du equal to 5 into u raised to 4. ഇനി du by dx equal to, അപ്പോൾ എന്തായിരുന്നു നമ്മൾ 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6x വരും അല്ലേ, -2. നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. dy by dx equal to dy by du 5 u raised to 4 into 6x -2. ഇതാണ് നമ്മൾ ആൻസർ വരിക. പക്ഷേ യുവിന് നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് 5 into u എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. യു എന്താണ്? നമുക്ക് യു തന്നിരിക്കുന്നത് 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 അല്ലേ. 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ദ ഹോൾ റേസ് ടു 4 into 6x -2 എന്ന് വരും. ദിസ് ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y equal to e raised to cos x. വി വോണ്ട് ടു ഫൈൻഡ് dy by dx. നമുക്ക് y എന്ന് പറയുന്ന e raised to cos x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കും y equal to e raised to cos x. ഓക്കെ, ഇത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആണ്. e raised to x-ൻ്റെയും cos x-ൻ്റെയും കോമ്പോസിഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ചെയ്യുക? dy by dx equal to, അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് നേരത്തെ തന്നിരിക്കുന്നവർക്ക് ഡയറക്റ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ രണ്ട് ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വിസിബിൾ ആവുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ e raised to x ആണ്. ഓക്കെ, അപ്പോൾ e raised to x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് e raised to x തന്നെയാണ്. പക്ഷേ എക്സിന് പകരം ഇവിടെ ഉള്ളത് എന്താ? cos x ആണ്. അപ്പോൾ cos x ഇട്ട് കൊടുക്കുക. ഇൻറ്റു ഈ cos x-ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. cos x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? മൈനസ് സൈൻ എക്സ് ഇൻറ്റു e raised to x. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. e raised to x അല്ല, e raised to cos x. ശ്രദ്ധിച്ചില്ല, e raised to cos x. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് സൈൻ എക്സ് ഡിഗ്രി. സൈൻ എക്സ് ഡിഗ്രി. അപ്പം എക്സ് ഡിഗ്രി എന്ന് പറയാൻ പാടില്ല. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഗ്രിയിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതിനെ എക്സിലേക്ക് മാറ്റാം. അതായത് നമ്മളുടെ ഒരു റേഡിയൻ മെഷറിലോട്ട് മാറ്റാം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? ലെറ്റ് y ഈക്വൽ ടു സൈൻ എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രീനെ എങ്ങനെ മാറ്റേണ്ടത്? സൈൻ ഓഫ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പൈ ബൈ 180 ഇൻറ്റു എക്സ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം? നമുക്ക് കിട്ടുന്നത് സൈൻ ഓഫ് പൈ എക്സ് ബൈ 180 എന്ന് കിട്ടും അല്ലേ. സൈൻ ഓഫ് പൈ എക്സ് ബൈ 180 നമുക്ക് തിരിച്ച് മാറ്റി എഴുതേണ്ടി വരും കേട്ടോ, കാര്യമാക്കണ്ട. ഇനി dy by dx എഴുതേ. dy by dx ഈക്വൽ ടു എന്താ വരുന്നത്? d by dx ഓഫ് ദിസ് വൺ അല്ലേ. അപ്പോൾ നമുക്കറിയാം ആദ്യം സൈൻ ആണ് വിസിബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? കോസ് ഓഫ് എക്സിന് പകരം ഇവിടെ ഉള്ളത് പൈ എക്സ് ബൈ 180 ആണ്. ഇനി പൈ എക്സ് ബൈ 180യുടെ ഡെറിവേറ്റീവ് എന്താണ്? പൈ ബൈ 180 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പൈ ബൈ 180 ഇൻറ്റു കോസ് ഓഫ് പൈ എക്സ് ബൈ 180 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്കിതിനെ പൈ ബൈ 180 ഇൻറ്റു കോസ് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഫോർത്ത് വൺ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് ലെറ്റ് y ഈക്വൽ ടു സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. ഇത് നമുക്ക് dy by dx അല്ലേ കണ്ടുപിടിക്കേണ്ടത്? dy by dx ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? സൈൻ ആണല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. കോസ് എക്സ് ആണ് വരിക, പക്ഷേ എക്സിന് പകരം ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെ എഴുതി കൊടുത്തു. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ആൻസർ എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്
ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ 2 പ്രോബ്ലം കൂടെ ചെയ്യാം. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ് ആണ്. അതിൽ നിന്ന് ഒന്നാമത്തത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എന്നിട്ട് y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ നിർത്തും. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കിവിടെ വിസിബിൾ ആവുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? dy ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ ആണുള്ളത്, അത് തന്നെ ഇട്ട് കൊടുത്തു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 2x ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം. സൈൻ സ്ക്വയർ എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്നിട്ട് y ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വിസിബിൾ ആവുന്ന ഫംഗ്ഷൻ സൈൻ അല്ല, സൈനിനേക്കാളും മുകളിൽ കിടക്കുന്നതാണ് സൈൻ സ്ക്വയർ. അതായത് സ്ക്വയർ ഫംഗ്ഷനാണ് ഫസ്റ്റ് വിസിബിൾ ആവുന്നത്. അപ്പോൾ സ്ക്വയർ ഫംഗ്ഷനെയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ പോലെ ഈ ഫംഗ്ഷനെ കാണണം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2 ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സിന് പകരം ഇവിടെ ഉള്ളത് സൈൻ ആണ്. അപ്പോൾ 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2x എന്ന് കിട്ടും. ഓക്കെ, 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് സിമ്പിളായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ ഡെറിവേറ്റീവിന് സ്ലൈറ്റ് ഡിഫറൻസസ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. ഈസി ആയിരിക്കും എക്സാം എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഓക്കെ.